ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരിക്കലും ബാങ്ക് ലോണിനെക്കാട്ടി എന്തുകൊണ്ട് ലാഭകരമാണ് KSFBയുടെ ഹൗസിംഗ്. ഒരു സംശയമില്ല. നിങ്ങൾ ബാങ്ക് ലോൺ എടുത്ത് തനിച്ചാൽ അറിയാൻ പറ്റും. ആദ്യത്തെ 3 വർഷം നിങ്ങൾ അടയ്ക്കുന്ന ഒറ്റ തുക പോലും അതിന് മുതലെന്ന് പറയത്തില്ല. മുഴുവൻ തുക ഇൻട്രസ്റ്റ് പോർഷനിലോട്ടാണ് പോകുന്നത്. പക്ഷേ KSFB അങ്ങനല്ല. സ്റ്റാർട്ടിങ് തന്നെ 1ാം തവണ അടയ്ക്കുമ്പോൾ തന്നെ ഒരു പോർഷൻ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ പോർഷനാണ് ഒരു പോർഷൻ പോകുന്നത്. 1ാം തവണ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാഭകരമാണ് KSFBയുടെ ഹൗസിംഗ്. അതുപോലെ പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത് 11.9%. അതും മറ്റ് ഏതൊരു സ്ഥാപനത്തെക്കാളും ലാഭകരമായ ഒരു ലോണാണ്. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ എല്ലാ സഹകരണത്തോടുകൂടി നമുക്ക് ഈ ബ്രാഞ്ച് നന്നായിട്ട് കൊണ്ടുപോകാം. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. എൻ്റെ മാക്സിമം കപ്പാസിറ്റി ഉപയോഗിച്ച് നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. നിങ്ങൾക്ക് പറയാമോ കുറേ എന്താണെന്നുള്ളത്. ഇപ്പം എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇവിടെ സ്വാഗതം ആശംസിക്കാനുള്ളതാണ്. ആദ്യമായി ഈ ചടങ്ങിൽ അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്നത് റീജിയണൽ ഓഫീസർ ചീഫ് മാനേജറായിട്ടുള്ള ജോസ് പീറ്റർ സാറാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങ് ധന്യമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ വളരെ കാലമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ വേറെ സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഡ് മെമ്പർ ഞങ്ങളുടെ ഒരു ഏജന്റാണ്. ഇപ്പോഴത്തെ വാർഡ് മെമ്പർ എന്ന് പറയുന്നത്. ഞാൻ വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ഏജന്റിനെ ഈ ചടങ്ങിലേക്ക് ധന്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിലെ മെയിൻ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് ഞങ്ങൾ വിചാരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റിനാണ്. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു അത്യാവശ്യമായിട്ട് യോഗത്തിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് പുള്ളിക്ക് വരാൻ പറ്റിയില്ല. അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളുടെ വലിയ കസ്റ്റമറാണ് പുള്ളി. അദ്ദേഹം നമ്മളോട് ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ചടങ്ങിൽ ഒരു പരിപാടിക്ക് പോകണമെന്നുള്ളത് പുള്ളിക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് സ്വാഗതം ആശംസിക്കാനുള്ളത് ഇവിടുത്തെ കസ്റ്റമേഴ്സാണ്. ഈ സ്ഥാപനത്തിന്റെ ബലമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഇന്ന് ഇത്രയും പേര് വളരെ നല്ലൊരു പാർട്ടിസിപ്പേഷനാണ്. പലരും വിളിച്ചോണ്ടേ മറ്റു പരിപാടി മാറ്റി വെച്ചിട്ട് വന്നിട്ടുണ്ട്. അതിന് ഈ കസ്റ്റമേഴ്സിന് ഇതിലൂടെ പങ്കെടുത്തതിന് വളരെ സന്തോഷമുണ്ട്. അവരെല്ലാം വളരെ കാർഡവും അതിന് സാധിക്കും. സ്റ്റാഫുകളെല്ലാം ഉണ്ട്. സ്റ്റാഫുകൾ വളരെ ഭാവമായ സ്ഥാപനം ആശംസിക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കാനായിട്ട് റീജിയണൽ ഓഫീസിലെ ചീഫ് മാനേജറായ ജോസ് പീറ്റർ സാറിനെ യോഗത്തിന് സ്വാഗതം. നമ്മുടെ ഈ കസ്റ്റമർ മീറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീമതി അംബരീഷ്, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടപാടുകാരെ, സഹപ്രവർത്തകർ, KSFBയിൽ ഈ കസ്റ്റമർ മീറ്റ് രണ്ടാമത്തെ തവണയാണ്. രണ്ടാമത്തെ കസ്റ്റമർ മീറ്റ്. കഴിഞ്ഞ വർഷം നമ്മൾ കസ്റ്റമർ മീറ്റ് തുടങ്ങിയിരുന്നു. കേരളത്തിൽ KSFB തുടങ്ങിയിട്ട് ഇപ്പം ഈ നവംബർ 6 56 വർഷമാവുന്നു. ഈ 56 വർഷമായിട്ട് ഈ കേരള സമൂഹത്തിൽ ഇത്രയേറെ സ്നേഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നത് ഇത് നിങ്ങൾ തന്നെ ഒരു സ്ഥാപനം എന്നുള്ള ഒരു ബോധത്തോടു കൂടി തന്നെയാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിലെ സേവന മേഖലയിലുള്ള ഈ സ്ഥാപനം ജനങ്ങളെ സേവിക്കുവാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ സംഭവിക്കാം. അത് നമുക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറെ കൂടെ നിരവാദപരമായ രീതിയിൽ സേവന മേഖലകളിലേക്ക് വർദ്ധിക്കുവാനും ഈ സ്ഥാപനത്തിലെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഉദ്യോഗസ്ഥർക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ പുതിയ പുതിയ മേഖലകളിലേക്ക്, സേവന മേഖലകളിലേക്ക് ഈ സ്ഥാപനം കടന്നു ചെല്ലണം. കഴിഞ്ഞ മീറ്റിംഗിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾക്കൊക്കെ പല രീതിയിൽ ഈ സ്ഥാപനം പ്രതികരിച്ചിട്ടുണ്ട്. ഈ മീറ്റിങ്ങുകളിലും ഇപ്പം തന്നെ ഈ ആഴ്ച കൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമർ മീറ്റിംഗ് 2027 കസ്റ്റമർ മീറ്റിംഗ് ഡിസംബറോടുകൂടി പൂർത്തിയാക്കണമെന്നായിരുന്നു കമ്പനിയുടെ നിർദ്ദേശം. എന്നാൽ ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും.
അപ്പൊ ഇതിലേക്ക് ഉരുത്തിരിയുന്ന എല്ലാ നിർദ്ദേശങ്ങളും നമ്മുടെ പ്രവർത്തനത്തിന് ഉപകരണമായി തീരുകയും അതുപോലെ നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മാനേജ്മെന്റിനെ അറിയിക്കാൻ സാധിക്കും. നിങ്ങൾ തന്നെ ഒരു സ്ഥാപനം എന്നുള്ള ഒരു നിലയിൽ തന്നെ നമ്മൾ തന്നെ കാണണം. ഈ സ്ഥാപനം വളരുന്നതിനൊപ്പം തന്നെ നമ്മുടെ കസ്റ്റമേഴ്സും അല്ലെങ്കിൽ നമ്മുടെ സമൂഹവും ബാധ്യതയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ അധ്യക്ഷ ഉദ്ഘാടനം സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ കഴിഞ്ഞ 3 വർഷമായിട്ട് 3500ഓളം പുതിയ ജീവനക്കാർ PSC വഴിയായിട്ട് ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്നു. നമുക്കറിയാം, നമുക്ക് പരിചയമുള്ള ഒരാൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആ സ്ഥാപനത്തിലേക്ക് കടന്നു ചെല്ലുന്നതിന് കുറെ കൂടെ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ഒരു ഇടപാട് നടത്തുന്നതിന് നമുക്ക് കുറെ കൂടെ താല്പര്യപൂർവ്വം നമുക്ക് ആ സ്ഥാപനത്തിലേക്ക് കടന്നില്ലാൻ സാധിക്കും. നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ നിന്നാണ് ഈ സ്ഥാപനത്തിലേക്ക് ഉദ്യോഗസ്ഥരെ ഉണ്ടായി വരുവാൻ നമ്മൾ ആഗ്രഹിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളാണ് ഭാവിയിൽ ഇത് യാഥാർത്ഥ്യങ്ങളായിട്ട് മാറുന്നത്. ഈ സ്ഥാപനങ്ങൾ വളർന്നെങ്കിൽ മാത്രമേ കൂടുതൽ ആൾക്കാരെ ഈ സ്ഥാപനത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും. അത് വെല്ലുവിളികൾ നമ്മൾ മുന്നിൽ ഉണ്ട് എങ്കിലും ലാഭകരമായി ഈ സ്ഥാപനം ഉന്നതിയിലേക്ക് പ്രയാണം ചെയ്യുക നിങ്ങൾ ഓരോരുത്തരുടെയും കൈത്താങ്ങാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് ഇതിന് ബലമായിട്ടുള്ളത്. ഈ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറയണം. അത് നമ്മൾ അതിനുള്ള മറുപടികൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ ഇവിടെ പറയാൻ പറ്റുന്നത് മറുപടികൾ പറയാൻ സാധിക്കും. അതിലുപരിയായിട്ടുള്ളത് മേൽ ഓഫീസുകളിലേക്ക് അറിയിക്കുന്നതായിരിക്കും. അതിൻ്റെ പരിണിത ഫലങ്ങൾ നമുക്ക് ഭാവിയിൽ അനുഭവിക്കുവാൻ സാധിക്കും. അപ്പോൾ ഇതൊരു പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് അതുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുകയാണ്. നന്ദി. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഭദ്രദീപപ്പെടുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീമതി ആമ്പലി സുനിൽ അവരുടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, KSFE മാനേജർ, ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, മാന്യ ഇടപാടുകളെ, 56 വർഷം പിന്നിടുന്ന KSFE കേരളത്തിൽ നടപ്പാക്കിയ സാമ്പത്തിക വിപ്ലവം ഈ നാടിന് ധൈര്യമാണ്. KSFE ഈ നാടിന്റെ ധൈര്യം എന്ന മുദ്രാവാക്യം കേരള ജനത ഏറ്റെടുത്തിരിക്കുന്നു. കേരളത്തിലെ സാധാരണക്കാരുടെ വിശ്വസ്ത സ്ഥാപനമായ KSFEയുടെ ഈ കസ്റ്റമർ മീറ്റിംഗിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ നാടിന്റെ സാമ്പത്തിക വളർച്ചയിൽ നല്ലൊരു പങ്ക് വഹിക്കുന്ന സ്ഥാപനമാണ് ചെങ്ങമനാട് KSFE. ബാങ്കുകളുടെ നൂലാമാലകളില്ലാതെ സാധാരണക്കാർക്ക് പണം കണ്ടെത്തുവാൻ ചിട്ടികൾ ഏറെ സഹായമാണ്. ഈ വാർഡിലെ ഒട്ടനവധി ആളുകൾ ഈ ബാങ്കിന്റെ സേവനം ഉപയോഗിക്കുന്നുണ്ടെന്നറിയാം. അപ്പൊ നിങ്ങളുടെ പരാതികൾ കേൾക്കുവാനും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും ഇത്തരമൊരു കസ്റ്റമർ മീറ്റിംഗ് സംഘടിപ്പിച്ചത് അഭിനന്ദനാർഹമാണ്. ഈ മീറ്റിംഗ് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഈ കസ്റ്റമർ മീറ്റിംഗ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമ്മുടെ ഈ ബ്രാഞ്ചിലെ മുതിർന്ന
കസ്റ്റമേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തത്. ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യ വാർഡ് മെമ്പറെ ക്ഷണിക്കും. നമ്മുടെ ബ്രാഞ്ചിലെ ഒരു മുതിർന്ന കസ്റ്റമറായ അന്നമ്മ ജോയി മാഡത്തിന് പൊന്നാട ചെയ്യാനായിട്ട് ക്ഷണിക്കാനുള്ളത് സാവിത്രി ടീച്ചറാണ്. നമ്മുടെ ഈ ബ്രാഞ്ചിലെ തന്നെ ഒരു സീനിയർ ആയിട്ടുള്ള കസ്റ്റമറാണ്. ബേബി സാറിനെ ക്ഷണിച്ചോളൂ. നമ്മുടെ ഏറ്റവും മുതിർന്ന കസ്റ്റമർ, നമ്മളുമായിട്ട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന കസ്റ്റമർ, ബ്രാഞ്ചിൽ വന്നാൽ ഒരു പോസിറ്റീവ് വൈബുള്ള കസ്റ്റമർ. ഇനി ഇതിൻ്റെ പ്രതികരണങ്ങളിലാണ് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ ഒക്കെ ധൈര്യപൂർവ്വം പറയുവാനുള്ള അവസരമാണ്. എല്ലാവരും അത് വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കും. സംസാരിക്കാം എങ്ങനെ വേണമെങ്കിൽ. പ്രിയപ്പെട്ട അധ്യക്ഷൻ, എനിക്ക് വളരെ ഇതിലെ ഉദ്യോഗസ്ഥർ, എനിക്ക് പരിചിതരും അപരിചിതരുമായിട്ടുള്ള എൻ്റെ സഹ കസ്റ്റമേഴ്സ്, ഞാനിവിടെ നിൽക്കുന്നത് ഒരു കോടി സന്തോഷമായിട്ടാണ്. എന്നെ പെട്ടെന്ന് ആകർഷിച്ച ഒരു സെൻറ്റൻസ് അതാണ്. UN കൺസെപ്റ്റ് അനുസരിച്ച് ഒരു രാജ്യത്തെ വികസിത രാജ്യമെന്ന് അല്ലെങ്കിൽ ആ വികസന സൂചിക രേഖപ്പെടുത്തുന്നതിലെ ഒരു ഘടകം സന്തോഷമാണ്. ആ ഒരു നാട്ടിലെ ജനങ്ങൾ എന്തുമാത്രം സന്തോഷിക്കുന്നു എന്നതിന് 2-3 ഘടകങ്ങളുണ്ട്. വെറുതെ സന്തോഷിക്കാൻ പറ്റില്ല. ഇപ്പൊ എനിക്കൊരു പൊന്നാട കിട്ടുമ്പോൾ എനിക്ക് നൈമിഷികമായൊരു സന്തോഷമുണ്ട്. പക്ഷെ ഒരു സ്ഥിരമായ സന്തോഷം ആ ജനതയ്ക്ക് ഉണ്ടാകണമെങ്കിൽ ആരോഗ്യം, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ ഒരു സംതൃപ്തമായ വലിയ വ്യസനമില്ലാത്ത അല്ലെങ്കിൽ ആകുലതകളില്ലാത്തൊരു കണ്ടീഷൻ ഉണ്ടാക്കണം. ആ കാര്യത്തിൽ ഞാൻ ഇവരെ അല്ലെങ്കിൽ നമ്മുടെ ഈ കമ്പനിയെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. 56 മുതൽ ഞാൻ ഏതാണ്ട് 80 മുതൽ ഇതിൻ്റെ ഒരു അഭിനേകാംക്ഷിയും ഒപ്പം കസ്റ്റമറുമാണ്. എനിക്കറിയാം ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങളെ പറ്റിച്ചു എന്നൊരു വാർത്ത ഇന്നുവരെ KSFക്ക് വേണ്ടി ഉണ്ടായിട്ടില്ല. അതൊരു സന്തോഷമുള്ളൊരു പോയിന്റാണ്. രണ്ടാമത്തെ കാര്യം, ഞാനിതിനെ KSFE എന്നതിനെ കേരള സ്റ്റേറ്റ് സോഷ്യൽ, അതായത് സാമൂഹികമായ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു സ്ഥാപനമായിട്ട് കൂടിയാണ് കാണുന്നത്. ഒട്ടേറെ ധനകാര്യ സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അവിടെ എടുക്കുന്ന നിലപാടുകൾ പലപ്പോഴും ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ജനങ്ങൾക്കെതിരായി വരാറുണ്ട്. എന്നാൽ ഈ സ്ഥാപനം അത്തരം നിലപാടുകളെ പരിശോധിക്കുകയും ഒരു
ഇന്ററാക്ഷൻ, സോഷ്യൽ ഇന്ററാക്ഷൻ, അതിൻ്റെ ഭാഗമായി കസ്റ്റമേഴ്സിനെ ആര് തന്നെ ആകട്ടെ, ഇതിലെ ഇടപാടുകാരെ 25,000 രൂപ പേഴ്സണൽ ലോൺ എടുക്കുന്നവർ മുതൽ 1 കോടി രൂപയുടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ വരെ ഒരു പേഴ്സണൽ ഇന്ററാക്ഷൻ നടത്താൻ തയ്യാറാകുന്ന തരത്തിൽ കഴിഞ്ഞ വർഷം വരെ 24 വരെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ 24-ന് ശേഷം ഇത്തരം സംഗമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ അവരെ കേൾക്കാനും അതിന് പരിഹാരം കാണാനും എന്ത് മാറ്റം വരുത്തണം അത് സൗഹൃദപൂർവ്വം അംഗീകരിക്കാനും ഈ കമ്പനി തയ്യാറാകുന്നു എന്നുള്ളത് അഭിനന്ദനീയമാണ്. എനിക്ക് പേഴ്സണലായി തോന്നിയിട്ടുള്ള ഒരു പരാതികളും ഈ ബ്രാഞ്ചിനെ സംബന്ധിച്ചോ ഇതര ബ്രാഞ്ചുകളെ സംബന്ധിച്ചോ ഇല്ല. എങ്കിൽ പോലും 1-2 നിർദ്ദേശങ്ങൾ. ഇതൊരു ധനകാര്യ സ്ഥാപനമായതുകൊണ്ട് തന്നെ ധനം കൈകാര്യം ചെയ്യുന്നിടത്ത് തീർച്ചയായും പഴയ ആപ്തവാക്യം പോലെ ഉദ്യോഗസ്ഥർ സേവകരും കസ്റ്റമേഴ്സ് രാജാക്കന്മാരുമാണ് എന്ന കൺസെപ്റ്റ് നമ്മുടെ പുതുതലമുറയിൽ, ഇവിടെ ഇരിക്കുന്നവരെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഇനി വരുന്ന റിക്രൂട്ട് ചെയ്ത് വരുന്നവരിലേക്ക് അവരിലേക്ക് അങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരേണ്ടത് ഒരു അത്യാവശ്യമാണ്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ആൾറെഡി ട്രെയിൻ കിട്ടിയവർ കൊണ്ട് തന്നെ. അപ്പോൾ ആദ്യം ഇതിലേക്ക് വരുന്നവർക്ക്, ഈ ടെസ്റ്റ് എഴുതി ഇതിലേക്ക് കയറുന്നവർക്ക് ആദ്യം ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയി എങ്ങനെ പെരുമാറണം എന്ന ട്രെയിനിങ് തന്നെയാണ്, അങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തീർച്ചയായും ചെയ്യേണ്ടതാണ്. ഒപ്പം ഒരു ധനം കൈകാര്യം ചെയ്യുന്നവരോട് നമ്മളിപ്പോ മുഴുവൻ കിട്ടുന്നത് മുഴുവൻ ചിട്ടിക്കടച്ചാൽ നമ്മുടെ ജീവിതം ഇതാകും. പക്ഷെ അവരുടെ അത്തരം ഒരു കസ്റ്റമറിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ കൂടി, മുഴുവൻ കൊണ്ടുപോയി ചെലവാക്കാതെ, നമ്മുടെ സുഹൃത്തിനോട് മുഴുവൻ കൊണ്ടുപോയി ചെലവാക്കാതെ നീ ഒരു ചിട്ടിക്ക് കൊടുക്കേ, അത് കുടിച്ചിട്ടിക്ക് കൊടുക്കാതെ ഇത്തരം ഒരു പൊതുസ്ഥാപനത്തിലേക്ക് ചേരൂ എന്ന് പറഞ്ഞു കൊടുക്കുവാനുള്ള നമ്മുടെ ബഹുമാന്യായ പഞ്ചായത്ത് മെമ്പർ ഏജന്റാണെന്ന് മനസ്സിലാക്കിയത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ പൊതു പ്രവർത്തനത്തിന്റെ ഭാഗമായി കൂടെ ആ ഏജന്റ് ആയി പ്രവർത്തിച്ചത് തീർച്ചയായും ഒരു ജനപ്രതിനിധിയാകാൻ വഴിതെളിക്കും എന്നുള്ളത് ഒരു പ്രധാനമാണ്. അതുപോലെ തന്നെ ഇതിലെ ഓരോ ഉദ്യോഗസ്ഥരും ആ രീതിയിലേക്ക് വരുമ്പോൾ, ഇവിടുത്തെ റീജിയണൽ മാനേജറെ എനിക്കറിയാം, അദ്ദേഹത്തിന്റെ ബ്രാഞ്ചിലൊക്കെ ചെല്ലുമ്പോൾ ഏറ്റവും താഴെ വന്നു നിന്നുകൊണ്ട്, എന്ന് വെച്ചാൽ അദ്ദേഹം മാനേജറാണ് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ക്യാബിൻ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. നമ്മുടെ ആവശ്യം എന്തെന്ന് ചോദിച്ച് നമ്മുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്ന തരത്തിലേക്ക് നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടത്തെ ഞാൻ പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയുന്നില്ല, എന്നെ ഇവിടെ നിന്ന് 4 പേരാ വിളിച്ചത്. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ, അവർ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിന് ചെയ്യുന്നുണ്ട്. എന്നാൽ ധനകാര്യത്തിൽ ചെയ്യുന്ന ട്രെയിനിങ് കൂടെ കൊടുക്കണം എന്ന് മാത്രമാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. എനിക്ക് വളരെ അഭിനന്ദനീയമായി തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ വളർച്ച, ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച ഇവിടുത്തെ ജീവനക്കാരുടെ പെരുമാറ്റം കൊണ്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മുഴുവൻ കമ്പനിയുടേതും അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സന്തോഷത്തിന്റെ ആ സന്തോഷം എന്ന വാക്കിലൂന്നി ഈ സ്ഥാപനം പ്രവർത്തിക്കണം. താങ്ക് യു.